അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൽ ഏറെ താൽപ്പര്യപൂർവ്വം വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടക്കുന്ന QHLS ക്ലാസ്സുകളുടെ ഭാഗമായി തന്നെ നടക്കാറുള്ള പരീക്ഷകൾ അൽഹംദുലില്ലാ കഴിഞ്ഞ ടേമുകളോടെ പൂർത്തിയാക്കി. മെയ് മാസത്തിൽ ആദ്യഘട്ട പരീക്ഷയും അതിൽ 90% മാർക്ക് നേടിയവർക്ക് വേണ്ടി നടത്തിയ രണ്ടാം ഘട്ട പരീക്ഷയും പൂർത്തിയാക്കിയപ്പോൾ സമാന മാർക്ക് നേടിയ ആളുകളിൽ വൈവ നടത്തി അതിൻ്റെ പൂർണ്ണമായ റിസൾട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. കേരളക്കരയിൽ വിശുദ്ധ ഖുർആൻ പഠന മേഖലയിൽ നിസ്തുലമായ പങ്ക് വഹിച്ച, വിശുദ്ധ ഖുർആൻ പഠനത്തെ ഏറെ ജനകീയമാക്കിയ ധാരാളം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇത്ര കൃത്യമായി കൊണ്ടൊരു സിലബസും അനുബന്ധമായ അതിൻ്റെ പുസ്തകങ്ങളും പഠിതാക്കളെ ഏറെ താൽപ്പര്യപൂർവ്വം തന്നെ ക്ലാസ്സുകളിലേക്ക് അവർ തന്നെ സംഘാടകരായി മാറുന്ന പുതിയ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഓരോ പരീക്ഷയും കഴിയുമ്പോൾ അതിൻ്റെ വിലയിരുത്തലുകളൊക്കെ നടത്തുമ്പോൾ ധാരാളം ആളുകൾ നല്ല ഒരു പഠനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ഈ ഒരു മേഖലയിൽ ഇതിൻ്റെ ഖുർആൻ പഠന രംഗത്തും പരീക്ഷയിലും അനുബന്ധമായ ഇതിൻ്റെ മറ്റുള്ള എല്ലാ നിലക്കുമുള്ള ഒരു പ്രബോധന മേഖലയിൽ സജീവമാകുന്ന, എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ വിജയത്തിനു വേണ്ടി ഇനിയും അടുത്ത ടേമിലും കൂടെ ഉണ്ടാവണമെന്നും അനുബന്ധമായ അതിൻ്റെ എല്ലാ മേഖലയിലും വേണ്ടുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവച്ച് ഇതിനോടൊപ്പം എല്ലാവരും സഹകരിക്കണമെന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപനത്തിൽ നമ്മോടൊപ്പം TK നിഷാദ് സലഫിയുണ്ട്. വിസ്ഡം യൂത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹമാണ് നമുക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ആദ്യ 3 സ്ഥാനത്ത് എത്തിയ അവസാനഘട്ട വിജയികളെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതിൽ 1-ാം സ്ഥാനം നേടിയ ആൾക്ക് 25,000 രൂപയാണ് സ്റ്റേറ്റ് കമ്മിറ്റി അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടു താഴെ 2-ാം സ്ഥാനം നേടുന്ന ആളുകൾക്ക് 15,000 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ 3-ാം സ്ഥാനത്തിന് 10,000 രൂപയും ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നിഷാദ് സലഫിയെ ഹാർദവമായി നമുക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ അമ്മാ ബഅദ്. വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ പഠനത്തിലേക്ക് ആളുകൾ മുന്നോട്ട് വരാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് വളരെ വ്യവസ്ഥാപിതമായ സിലബസ് മുന്നിൽ വെച്ചുകൊണ്ട് ആളുകൾക്ക് ക്ലാസ്സുകൾ നൽകുകയും എന്നിട്ട് ഓരോ വർഷവും ആ വർഷത്തെ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ വാർഷിക പരീക്ഷ നടത്തുകയും അതിൽ നിന്ന് ഏറ്റവും ഉയർന്ന 3 റാങ്കുകാരെ കണ്ടെത്തി അവർക്ക് ചെറിയൊരു തുക സമ്മാനമായി നൽകുകയും ചെയ്യുന്ന ഒരു രീതി. നേരത്തെ QHLSൻ്റെ ഈ ഒരു സംവിധാനത്തിൻ്റെ ചെയർമാനായിട്ടുള്ള സുബൈർ സലഫി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനകീയമായിട്ടുള്ളൊരു സംവിധാനമാണിത്. ധാരാളം വർഷത്തെ ഒരു പാരമ്പര്യം ഈ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിനുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ വാർഷിക പരീക്ഷകൾ നടക്കുന്നു, സംഘടിപ്പിക്കുന്നു. ഖുർആനും ഹദീസും മൻഹജു സലഫ് അനുസരിച്ച് പൂർവ്വസൂരികളായ ആളുകൾ എങ്ങനെയാണോ, സലഫുകൾ എങ്ങനെയാണോ ഖുർആനിനെയും ഹദീസിനെയും വിശദീകരിച്ചത്, അങ്ങനെ ആ ഒരു മൻഹജിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ അറിയാനുള്ള, ഏറ്റവും സാധാരണക്കാരായ പൊതുജനങ്ങളായ ആളുകൾക്ക് അടുത്തറിയാനുള്ളൊരു വേദിയാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. ഒരുപക്ഷെ ശബ്ദം കേൾക്കുന്ന ധാരാളം ആളുകൾക്ക് അറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമനഗരങ്ങൾ വ്യത്യാസമില്ലാതെ 100 കണക്കിന് സെൻറ്ററുകളിൽ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം ഈ ഒരു പഠനം നിലനിൽക്കുന്നു എന്നതാണ്. അത് വലിയ ഒരു വളരെ ആത്മസംതൃപ്തി നൽകുന്നൊരു കാര്യമാണ്. അത്തരം ഒരു കാര്യങ്ങൾ നമ്മുടെ കൂട്ടായ്മക്ക് വിസ്ഡം യൂത്തിന് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നത്. അതോടൊപ്പം ഇതിൻ്റെ ഓരോ വാർഷിക പരീക്ഷകൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴും ധാരാളം പഠിതാക്കൾ വളരെ ആവേശത്തോടു കൂടിയാണ് പഠനം നടത്തി പരീക്ഷകൾക്ക് ഇരിക്കുന്നത്. അത് പഠിതാക്കളുടെയും സംഘാടകരുടെയും ഉദ്ദേശം പരീക്ഷയെ വിജയിക്കുക എന്നതല്ല, മറിച്ച്
ആളുകൾ ഖുർആൻ അറിയുക, അടുത്തറിയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സുഹൈർ സലഫിയുടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഉൾപ്പെടുന്ന ഇതിൻ്റെ വൈവ നടത്തിയ ജഡ്ജ്മെൻറ്റ് കമ്മിറ്റി വളരെ അത്ഭുതത്തോടു കൂടിയാണ് വൈവ നടത്തിയ ആളുകളുടെ ഈ സൂറ അൽ അംബിയ വെച്ച് പരീക്ഷ നടത്തുമ്പോൾ എത്ര ആഴത്തിൽ പഠിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വളരെ അത്ഭുതത്തോടു കൂടിയാണ് അവരൊക്കെ പറഞ്ഞത്. വളരെ നിസ്സാരമെന്ന് മൈന്യൂട്ടായ മൈക്രോ ലെവലിലുള്ള മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണ ഗ്രന്ഥത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഈ സൂറത്തിലെ വിശദീകരണത്തിൻ്റെ ചോദ്യങ്ങൾക്ക് പോലും ആവേശത്തോടു കൂടി സംശയിച്ച് നിൽക്കാതെ മറുപടി പറയുന്ന, വൈവ പൂർത്തിയാകുമ്പോൾ എല്ലാവരും വളരെ ആഴത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്, ഒരു നിശ്ചിത ശതമാനം ആളുകളെങ്കിലും എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു നമ്മുടെ പരീക്ഷയുടെ പൂർത്തീകരണം ഉണ്ടായത്. മെയ് മാസത്തിൽ ആദ്യഘട്ട പരീക്ഷ നടന്നു. ഉയർന്ന മാർക്ക് കിട്ടിയ ആളുകൾക്ക് പിന്നീട് അതിൻ്റെ ഫൈനൽ പരീക്ഷ നടന്നു. അത് കഴിഞ്ഞ് അതിലും സമാനമായ മാർക്ക് കിട്ടിയ, ഒരേ മാർക്ക് കിട്ടിയ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മളിവിടെ വൈവ നടത്തിയത്. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി ആരായിരിക്കും ഈ വർഷത്തെ QHLS വാർഷിക പരീക്ഷയുടെ റാങ്ക് ജേതാക്കൾ എന്നറിയാൻ വേണ്ടി താല്പര്യപൂർവ്വം കാത്തിരിക്കുകയായിരിക്കും. ഞാനതിൻ്റെ 3ാമത്തെ റാങ്ക് മുതലുള്ള ആളുകളെയാണ് പറയുന്നത്. മൂന്നാം റാങ്ക് 2 ആളുകൾ പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ഒന്ന് ഡോക്ടർ ഷിഫ്ന PT മഞ്ചേരിയാണ് 3ാം റാങ്ക് കരസ്ഥമാക്കിയ 2-ൽ ഒരാൾ. രണ്ടാമത്തെയാൾ അബ്ദുസ്സലാം കലൂർ, എറണാകുളം ജില്ലയിൽ നിന്നുള്ള അബ്ദുസ്സലാമാണ്. മലപ്പുറം നോർത്ത് ജില്ലയിലെ, സംഘടനാപരമായി പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലപ്പുറം നോർത്ത് ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നാണ് 3ാം റാങ്കുകാരി. അവരൊരു ഡോക്ടറാണ്. അത് കൂടെ മറ്റൊരാൾ കൂടി 3ാം റാങ്ക് പങ്കിടുന്നു. അത് അബ്ദുസ്സലാം, എറണാകുളം ജില്ലയിൽ നിന്ന്, കലൂരിൽ നിന്നുള്ള ആളാണ്. 2ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയാണ്, കലൂരിലുള്ള ഷിഫാന KJ എന്ന് പറയുന്ന സഹോദരിയാണ് 2ാം റാങ്കിന് യോഗ്യത നേടിയിട്ടുള്ളത്. 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നുള്ള സനിയ CP എന്ന് പറയുന്ന സഹോദരിയാണ് 1ാം റാങ്കിന് 2025 QHLS വാർഷിക പരീക്ഷയുടെ 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നുള്ള സനിയ CP എന്ന് പറയുന്ന സഹോദരിയാണ്. 4 പേരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൂടുതൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താനും അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. QHLSൻ്റെ ഭാഗമാകാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഖുർആൻ പഠനം വ്യക്തിപരമായി നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വേദിയാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്നതിൻ്റെ പരിസരത്ത് എവിടെയാണോ QHLS ഉള്ളത് അവിടെ അത് കണ്ടെത്തി എല്ലാ ആഴ്ചയും കുറഞ്ഞൊരു സമയം അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കാൻ സമയം കണ്ടെത്തണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കിയതുപോലെ തന്നെ തളിപ്പറമ്പിലുള്ള, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ തന്നെ ആഴ്ചയിൽ മുടങ്ങാതെ പോയി ഇരുന്ന് പഠിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് സനിയ CPക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷിഫാന KJ കണ്ണൂരിലുള്ള ക്ലാസ്സുകൾ അവിടെ എറണാകുളം ജില്ലയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. മറ്റുള്ളവരും മറ്റു ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ വൈവയുടെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെല്ലാം തുടർച്ചയായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നവരും അതോടൊപ്പം തന്നെ ഇതിന് മറുപടി ഈ വൈവയിൽ നമ്മൾ മനസ്സിലാക്കിയത് ചോദ്യങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്നുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് ആ ഉത്തരങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് ഒരുപാട് സമയം പിടിക്കുന്നുണ്ടോ, ഒരുപാട് സമയം ആലോചിച്ചാണോ മറുപടി പറയുന്നത്, എല്ലാം നോക്കി മനസ്സിലാക്കി വിലയിരുത്തിയാണ് ഫൈനൽ സ്കോറിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. വിജയികൾക്കുള്ള സമ്മാന വിതരണം ഇൻഷാ അല്ലാഹ് അവരെ നേരിട്ട് അറിയിച്ച് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതായിരിക്കും. ഇനിയും തുടർന്നും അടുത്ത സൂറത്തുൽ ഹജ്ജിൻ്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. സമീപത്ത് ലഭിക്കുന്ന
ഓഫ്ലൈൻ ക്ലാസ്സുകളടക്കം ഉപയോഗപ്പെടുത്തി QHLSൻ്റെ ഭാഗമാകണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു നന്മയുടെ ഈ ഒരു മഹത്തായ സംരംഭത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.